ലൂക്കോസിന്റെ സുവിശേഷം എടുത്തേ, 11-ാം അധ്യായം എടുത്തേ, അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 11:1. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. കർത്താവ് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശിഷ്യന്മാർ എന്തോർത്തോണ്ടിരിക്കുക? പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുക. മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ തെറ്റിയോ? ഒന്നുകൂടെ ആ വാക്യം വായിച്ച്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യൻ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ശിഷ്യന്മാരെന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് തീർന്നപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ശുശ്രൂഷയുടെ രഹസ്യം എന്തുവാ? പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്ന വാക്കില്ല. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ ഡിക്ഷണറിയിൽ എന്തില്ല? പരാജയം. നിങ്ങൾക്കിപ്പോൾ ഒരു പരാജയമാണെങ്കിൽ ആ പ്രാർത്ഥന മതി, നീ പരാജയത്തിൽ നിന്ന് തലപൊക്കി വരും. സ്തോത്രം. പക്ഷേ പിശാചിന്റെ വലിയ തന്ത്രം എന്താണെന്നറിയാമോ? പിശാച് പല ഗ്രൂപ്പുണ്ട്. സാത്താൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാക്കി വിട്ടാൽ പറ്റത്തില്ല. ബൈബിൾ പഠിച്ചാൽ പിശാച് പല പല ഗ്രൂപ്പുകളാണ്. അതിനകത്ത് എപ്പോഴും ഓർക്കണം, നിന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു സ്പിരിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിന്താമണ്ഡലത്തെ ആക്രമിക്കുന്ന ശക്തി. നിന്റെ പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ, ഹൃദയത്തിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ചിന്താമണ്ഡലത്തെ ഇതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമക്കളോട് പറയുന്നത്, ദൈവമക്കൾ പ്രാർത്ഥനയിൽ നിറഞ്ഞു ജീവിക്കണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല. അതൊക്കെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് തെളിയിച്ചു തരാം. എന്താണ് പേഴ്സണൽ പ്രയറിൻ്റെ പവർ? നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ചിന്തിക്കാം. അപ്പം കർത്താവ്, ശിഷ്യന്മാര് കർത്താവിനോട് പറയാ, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചേ പറ്റൂ. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നേ? മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങനെ പഠിക്കുന്ന കാര്യമല്ല. സ്തോത്രം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടി എന്ന് നമ്മൾ പഠിക്കണം. നിങ്ങളുടെ വിടുതൽ മറ്റൊരാളുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ വിടുതൽ ആരുടെ കയ്യിൽ തന്നെയാ? നമ്മുടെ കയ്യിൽ തന്നെയാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, നിങ്ങളുടെ വിടുതൽ നിങ്ങളിൽ തന്നെയാ ഇരിക്കുന്നതെന്ന് പറ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞങ്ങളെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, കർത്താവ് യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ. അപ്പം കർത്താവ് പഠിപ്പിക്കുകയാണ്, താഴത്തെ പ്രാർത്ഥന പഠിപ്പിക്കുക. ആ ഭാഗത്ത് മാത്രമല്ല, കർത്താവ് ഒത്തിരി അടുത്ത് പേഴ്സണൽ പ്രയർ എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പേഴ്സണൽ പ്രയർ നടത്തേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുക. എങ്ങനെയാണ് പേഴ്സണൽ പ്രയർ നടത്തേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുക. കേട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം. കർത്താവ് പഠിപ്പിക്കുക, നിന്റെ പേഴ്സണൽ പ്രയർ എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുക. നിങ്ങൾ ബൈബിൾ നോക്കണം. ബൈബിളിൽ വിജയിച്ചവരുടെ മുഴുവൻ ചരിത്രം ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ഇന്ന് ഉറപ്പ് തരുക, നിന്റെ ഒരാളുടെ പ്രാർത്ഥന നിന്റെ ലൈഫിൽ വലിയ ഡെലിവറൻസ് തരും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? ആമീൻ. കുരുങ്ങി കിടക്കുന്ന പല കുരുക്കുകളും കാട്ടുവള്ളി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ എത്ര അഴിച്ചാലും അഴിയാത്ത പല കുരുക്കും നിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ആത്മാവിലെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന കൊണ്ട് അത് അഴിഞ്ഞു വരുന്ന കാഴ്ച. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ കാണാം, ഇന്ന് ഇതിനകത്തൂടെ ദൈവം ഇറങ്ങി നടക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. അതിനകത്ത് ഇവിടെ ഒരു പ്രാർത്ഥന വേണം. ചിലരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വീടിനകത്ത് വരെ ഇന്ന് ഈ പ്രാർത്ഥന തൊടാൻ പോവുക. നിന്റെ സന്തതിയെ പ്രാർത്ഥന തൊടാൻ പോവുക. ഇന്ന് നിനക്ക് തന്നെ ഒരു ഡെലിവറൻസ്.
കണ്ടോ, ചിലർ വിടുവിക്കപ്പെടുകയാ. നിന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ സ്പിരിറ്റും, പിശാചിന്റെ ആത്മാവ്, ഭൂതത്തിന്റെ ആത്മാവ്, ദുരാത്മാവ് ഇന്ന് പകൽ നിന്റെ മൈൻഡിനെ വിട്ട്